അയ്യോ നീ ആര് അമ്മോ നീ ആര് അല്ലെന്നോ അയ്യോ നീ ആര് കവിയോ വിളിച്ചു പോയ കവളെടുക്കുകവേ വിളിച്ചു പോയ കവളെടുക്കുകവേ അവരെടുത്തു വല്യ വീശുന്നു നമ്മുടെ ശക്തിയാവി നമ്മെ വലയെടുക്കുന്നു നാളെ വീശിനാവി നമ്മെ അളവ് വിളിച്ചു ആത്മവർണ്ണു ശക്തി തകർന്നു കത്തി പടഞ്ഞു വല്ല കടമഴയുന്നു ഓടിയില്ല ഭയപ്പെടില്ല അമ്മോ നീ ആര് വല്ലെന്നോ അയ്യോ നീ ആര് കവിയോ അമ്മോ നീ ആര് വല്ലെന്നോ അയ്യോ നീ ആര് കവിയോ വിളിച്ചു പോയ കവളെടുക്കുകവേ വിളിച്ചു പോയ കവളെടുക്കുകവേ അവരെടുത്തു വല്യ വീശുന്നു നമ്മുടെ ശക്തിയാവി നമ്മെ വലയെടുക്കുന്നു നാളെ വീശിനാവി നമ്മെ വലയെടുക്കുന്നു അളവ് വിളിച്ചു ആത്മവർണ്ണു ശക്തി തകർന്നു കത്തി പടഞ്ഞു വല്ല കടമഴയുന്നു ഓടിയില്ല ഭയപ്പെടില്ല അമ്മോ നീ ആര് വല്ലെന്നോ അയ്യോ നീ ആര് കവിയോ അമ്മോ നീ ആര് വല്ലെന്നോ അയ്യോ നീ ആര് കവിയോ Oh,
making melody in my heart, making melody in my heart to the King of Kings. Comes out, making melody in my heart, making melody in my heart, making melody in my heart to the King of Kings. Comes out, it goes out, making melody in my heart, making melody in my heart, making melody in my heart to the King of Kings. Comes out, it goes out, please, making melody in my heart, making melody in my heart, making melody in my heart to the King of Kings. Comes out, it goes out, please, making melody in my heart, making melody in my heart, making melody in my heart to the King of Kings. Comes out, it goes out, please, making melody in my heart, making melody in my heart, making melody in my heart to the King of Kings. Comes out, it goes out, please, stand the free, turn around, making melody in my heart, making melody in my heart, making melody in my heart to the King of Kings. Comes out, it goes out, please, stop the free, turn around, Jesus. രണ്ട് ചെറുപ്പക്കാരാണ്. ഒന്നാമത് ഫ്രാങ്കോ, രണ്ടാമത് സാക്കോ. അവിടെ ആരോ വീണെടുക്കുന്നുണ്ടല്ലോ. എടാ സാക്കോ, ഇയാളെ കണ്ടിട്ട് ആർക്കും ആ ഭയപ്പെടുത്താൻ തോന്നുന്നല്ലോടാ. അയ്യോ അയ്യോ രക്ഷിക്കണേ. അയ്യോ ചേട്ടാ, എന്ത് പറ്റി? എന്താ സംഭവിച്ചത്? വല്ലാതെ ബ്ലഡ് പോകുന്നുണ്ടല്ലോടാ. ആക്സിഡന്റിൽ പെട്ടതാണെന്ന് തോന്നുന്നു. രക്ഷിക്കണേ. അയ്യോ. എടാ സാക്കോ, ഇയാളെ രക്ഷിക്കാൻ പോയാൽ മിക്കവാറും നമുക്കിട്ട് പണി കിട്ടും. എന്നാലും നമ്മൾ കൺവെൻഷൻ കഴിഞ്ഞ് പോകുന്ന വഴിയല്ലോടാ. എന്തെങ്കിലും ചെയ്തില്ലേ കഷ്ടമല്ലോടാ ഫ്രാങ്കോ. ഒത്തിരി കഷ്ടം തോന്നുന്ന നീ ഇവിടെ ഇരുന്നു, എനിക്ക് വേറെ പണിയുണ്ട്. എടാ ഫ്രാങ്കോ, അവിടെ ഒരു വാലറ്റ് കിടക്കുന്നത് നീ കണ്ടു? ശരിയാണോടാ സാക്കോ? നീ അയാളുടെ അടുത്തേക്ക് ചെല്ല്, ഞാൻ ആ വാലത്തിൽ വല്ലതും തടയുമെന്ന് നോക്കാം. രക്ഷിക്കണേ. അയ്യോ. ചേട്ടാ, ഭാരപ്പെടേണ്ട, ദൈവം സഹായിക്കും. എടാ ഫ്രാങ്കോ, നീ ആ 911 ഒന്ന് വിളിക്കും. സോറി ചേട്ടാ, ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. റേഞ്ച് ഇല്ലെങ്കിലും ചേട്ടൻ ഭാരപ്പെടേണ്ട, ദൈവം സഹായിക്കും.
ചേട്ടന് വിരോധമില്ലെങ്കിൽ ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ. അത് ഫേസ്ബുക്കിൽ ഇട്ടാല് എത്ര പേരെ ചേട്ടനെ സഹായിക്കാൻ വരുന്നറിയാമോ? ചേട്ടന്റെ പേരിൽ ഞങ്ങളുടെ ഹെൽപ്പ് മീ പേരുണ്ടാക്കി വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു തരാന്നേ. ചേട്ടാ, ഞങ്ങൾക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് ചെന്നിട്ട് ഞാനുകൊണ്ട് ഒന്നുകൂടി ട്രൈ ചെയ്യാം. കിട്ടിയാൽ എത്രയും വേഗം ഒരു ആംബുലൻസ് പാർക്ക് വിടാം. ചേട്ടൻ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, ദൈവം സഹായിക്കും. എന്നാലും എന്റെ ഫ്രാങ്കോ, പുര കത്തുമ്പോൾ തന്നെ നീ വാഴ വെട്ടിയല്ലോടാ. ഇനി നീ ഒരുങ്ങി വരുമ്പോഴത്തേക്കും ഒരു സമയമാകും. പെട്ടെന്ന് വേണേ. ഏതെങ്കിലും ഉടുത്ത് എന്തെങ്കിലും ഉടുത്താ മതി. ഇന്ന് തന്നെ വേണം. ആകെ ഉള്ളത് രണ്ടെണ്ണം. അതില് പഴയതിന്റെ ബട്ടൺ പൊട്ടിയിരിക്കും. ഇനി ആ പുതിയ സൂട്ട് തന്നെ ഇടാം. അവിടെയും കൺഫ്യൂഷൻ. ഹലോ, ഒരുങ്ങി കഴിഞ്ഞോ? സമയം പോയി. എല്ലാം പെർഫെക്റ്റ്. ഇത് കണ്ട കുഞ്ഞനമ്മയെന്ന് ആരും പറയരുത്. ഇത് നിന്റെ കല്യാണമോ അതോ നമ്മുടെ വാർഷികമോ? ശരിയാണല്ലോ കുഞ്ഞനമ്മേ, നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ? എന്നാലും വാ, നമുക്കൊന്ന് പോയി നോക്കാം. അയ്യോ അയ്യോ, രക്ഷിക്കണേ. രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. ഇങ്ങനെ കണ്ടിട്ട് കഷ്ടം തോന്നുന്നു കുഞ്ഞിനാമേ. നമുക്ക് ഇയാളെ നമ്മുടെ വണ്ടി കയറ്റി അടുത്ത ആശുപത്രിയിൽ ഇറക്കിയാലോ? കുഞ്ഞിനാമേ, നീ ഒന്ന് സമാധാനം. അയ്യോ അയ്യോ, അയ്യോ അയ്യോ, രക്ഷിക്കണേ. രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് സഹോദര. ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി. അതുകൊണ്ട് ഞങ്ങൾ അല്പം കൂടെ മുന്നോട്ട് പോയി ഒരു ആംബുലൻസ് വിളിച്ചയക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ ഔത്സവത്തിൽ ജോലിക്കുട്ടി എന്ന വീട്ടുകാർ വാട്സാപ്പിലൂടെ വിളിക്കുന്ന ഷോ
ആ വർക്കല്ലോ. മോനെ ജോലിക്കുട്ടി ഇത് റെഡി ആയില്ലേ? വേണ്ടി വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകണ്ടേ? അപ്പച്ച എനിക്ക് വല്ലാത്തൊരു തലവേദന. ഞാൻ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. മോനെ നീ നിന്റെ ഡാഡിയും കൂടി ആയില്ലേ? അവനൊരു പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോലെ എന്തൊരു വിടപാട് പെടണമായിരുന്നു. ഇന്നത്തെ വീട്ടില് ആ ജോലിക്കുട്ടി യാത്രയ്ക്ക് പ്രാർത്ഥനയാണ്. അവൻ അടുത്ത ആഴ്ച ദുബായി പോകില്ലേ? യോഗാനന്ദൻ ബിരിയാണി ഉണ്ടെന്നാണ് കേട്ടത്. എന്റെ തലവേദന മാറി വരുന്നുണ്ട് അപ്പച്ച. ഞാൻ വേഗത്തിൽ പോയി വിളിയാണ്. ഇടപെട്ടി ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പ്രാർത്ഥന കേൾക്കുമ്പോൾ എന്തോ ആവേശമായിരുന്നു. എത്ര കിലോമീറ്ററുകൾ നടന്നാണ് നമ്മൾ കൂട്ടായ്മകളെ സംബന്ധിച്ചിരുന്നത്. ഇന്ന് പ്രാർത്ഥനയ്ക്കൊന്നും ആർക്കും ഒരു താല്പര്യവുമില്ല. മറ്റെല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രം പ്രാർത്ഥന. അപ്പച്ച എനിക്ക് ഈ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയ പ്രാർത്ഥനയാണ് ഇഷ്ടം. നമ്മുടെ ജോലി നാം ദൈനംദിന വിഷയങ്ങളിൽ ഉദാസീനത കളിക്കരുത്. കൂട്ടായ്മകൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഉത്സാഹത്തോടെ പങ്കെടുക്കും. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ജീവിക്കണം. എന്റെ അപ്പച്ച പ്രവൃത്തിയില്ലാതെ വിശ്വസിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പച്ചൻ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു കുഴിയിൽ വീഴും എന്നെ കുറിച്ചായിരിക്കും. ഞാൻ ഇവിടെ ഇരുന്ന് സ്തോത്രം സ്തോത്രം പറഞ്ഞിരുന്നാ മതി. അപ്പച്ചൻ ഞാൻ സഹായിക്കുന്നില്ലെങ്കിൽ വിശ്വാസം കൊണ്ട് എന്താ പ്രയോജനം? നടക്കുന്നല്ലോ. രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. അയ്യോ ചോര വരുന്നുണ്ടല്ലോ. ഞാൻ വെള്ളം കൊടുത്തേ. ഈ തോർത്തെടുത്ത് ആ മുടിയുള്ള ഭാഗമൊക്കെ നോക്കി എത്തിക്കും. നീ കാണിക്കും. അപ്പച്ച നമുക്ക് യാത്ര പ്രാർത്ഥന. എന്നാലും ഒരു ബിരിയാണി പോയല്ലോ. നമുക്ക് ഇദ്ദേഹത്തെ ഇവിടെ ബാബുട്ടിന്റെ ഇലവഴി വീട്ടിലോട്ട് കൊണ്ടുപോകാം. അവിടെ വാട്ടി പിടിച്ച് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ അപ്പച്ച നമുക്ക് കൊണ്ടുപോകും. അവിടെ ജോലിക്കുട്ടി നമ്മുടെ സമസൃഷ്ടങ്ങളോട് കരുണ കാണിക്കാതെ കരുണ പ്രാർത്ഥിച്ചിട്ടെന്ന കാര്യം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നാം ക്രിസ്തുവിന്റെ സ്വഭാവം തന്നെ കാണിക്കേണ്ടത്. നീ മുന്നേ പറഞ്ഞതുപോലെ ഒരു വീട് കിടക്കുന്ന ആൾക്ക് പ്രാർത്ഥന മാത്രം പോരെ, നമ്മുടെ സഹായവും വേണ്ടേ? ജീവിതത്തിൽ പ്രവേശിക്കുന്നത് Thank you.
യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്. ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയും അരുത്. അതിനോട് അകന്നു നിൽക്കാം. അതിൽ നടക്കരുത്. അത് വിട്ടുമാറി കടന്നു പോകാം. ദോഷം ചെയ്യുന്നത് ദോഷന് കളിയാകും. ജ്ഞാനം വിവേകിക്ക് അങ്ങനെ തന്നെ. ദൈവവചനം വിലക്കുന്നത് ഒന്നും നാം ചെയ്യരുത്. അനുസരണക്കേട് ആപത്താണ്. താങ്ക് യു. സഹോദരന്മാർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഉള്ള ഒരു ദൃശ്യാവിഷ്കാരമാണ് ഞങ്ങൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവും മരണവും സ്വർഗാരോഹണവും സമകാലിക ലോക സംഭവങ്ങളും കോർത്തിണക്കി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിലേക്ക് നമുക്ക് ഒരുങ്ങാം എന്നുള്ള ആഹ്വാനത്തോടെ ബെഥേൽ PYB നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
നഷ്ടപ്പെടാതെ കർത്താവിനൊരു വിശുദ്ധരായി നിൽക്കുന്ന ഒരു കൂട്ടമായി തീരുവാൻ സഭയായിട്ട് നമുക്ക് ഇടയാകട്ടെ. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടെ കരങ്ങളിച്ച് കൊടുക്കുന്ന പ്രോത്സാഹിപ്പിക്കുക. വളരെ മനോഹരമായി അത് ചെയ്തു. ഒരാഴ്ചത്തെ പ്രാക്ടീസുകൾ നടത്തി. അതുകൊണ്ടാണ് ഇത്രയും ചെയ്യാൻ സാധിച്ചത്. അത് ചെയ്തവരാണ് അവസാനം നിന്നത്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിച്ച് നമുക്ക് ഇത് മീറ്റിങ്ങിലൂടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കണ്ടുകളെല്ലാം പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ വാഴ്ത്തുന്നു. കഴിഞ്ഞ ഇപ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും സഹോദരിമാരുടെയും ആനിവേഴ്സറിയായി ഒന്നിച്ചായിരിക്കാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായതിനാൽ സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങൾക്ക് കർത്താവിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കഴിവുകൾക്കും കൃപകൾക്കുമായി സ്തോത്രം. അതെല്ലാം അങ്ങനെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കും ദൈവസഭയുടെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ഈ സഭയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നാമം എല്ലാവരോടും മഹത്വപ്പെടുവാനിടയാക്കണം. ഈ ആനിവേഴ്സറി ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ, നന്നായി ഇതെല്ലാം നടത്തുവാൻ കുഞ്ഞുങ്ങൾ കൃപ കൊടുത്തതിനാൽ സ്തോത്രം. എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവരെ ധാരാളം അനുഗ്രഹിച്ച് ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്യുവാനിടയാക്കണമേ. എല്ലാ മാതാപിതാക്കൾക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ പഠിപ്പിച്ച് കർത്താവിനെ നിർത്തുവാൻ അവരെ ബലപ്പെടുത്തണമേ. പ്രവർത്തകർക്കായി സ്തോത്രം. സൗദര്യ സമാജത്തിന്റെ പ്രവർത്തകർക്കായി സ്തോത്രം. എല്ലാവരും ഒന്നിച്ചനുഗ്രഹിക്കും. ഇതെല്ലാം ദൈവരാജ്യത്തിനും ദൈവസഭയെ കെട്ടുപണിക്കും ദേശത്തിന്റെ അനുഗ്രഹത്തിൽ കാരണമാക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നല്ല സമയത്തിനായി സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളെ യുവനക്കാരെ അനുഗ്രഹിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിനായി സ്തോത്രം. അതിനെ ശുദ്ധീകരിക്കണമേ. ഭക്ഷിച്ച് നാമത്തിനോട് പിന്നെ ജീവിപ്പാനിടയാക്കണം. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പുത്രിയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കാവലും സൂക്ഷിക്കും പരിപാലനം എല്ലാവരോടും നമ്മുടെ പുത്രിയാസങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടി ഇന്ന് മുതൽ നീക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നമുക്ക് നന്നായി നടത്തുവാൻ ദൈവകൃപ. രണ്ട് കാര്യങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. God bless you.